ഓൾറെഡി പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ഫാമിലിയിൽ പലരും ഫാമിലീസ് വന്നിട്ട് പറയുവാണ്, നിങ്ങൾ ഒരുമിച്ചിരിക്കുക, നിങ്ങൾ പഴയതൊക്കെ മറക്കുക, അഡ്ജസ്റ്റ് ചെയ്യ്. ഈ അഡ്ജസ്റ്റ് എന്നുള്ള വാക്ക് ഈ ഫാമിലീനെ എടുത്ത് മാറ്റണം. രണ്ട് പേർക്ക് പറ്റൂലെങ്കിൽ നെവർ ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. ബിക്കോസ് ചില ആൾക്കാർക്ക് ഹീൽ ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. ചില ആൾക്കാർക്ക് ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് മാറ്റേഴ്സ് എ ഫാമിലി. ഒരു നോർമൽ നാനോയിൽ നിന്നും ഒരു ഫ്രോൺസ് വണ്ടിയിലേക്ക് വാങ്ങിക്കാൻ ഒരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് മാത്രമല്ല, അത് ഞാൻ നേടിയെടുത്തൊരു സ്കില്ലാണ്. ഞാൻ വളരെ മാനസിക ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് കൊച്ചിയിലോട്ട് വരുന്നത്. മൈ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്പേസ് തന്നൊരു ഇടമാണ് കൊച്ചി എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കൂടുതലും, ദാറ്റ് ഇസ് അൺഹാപ്പി ആയിട്ടിരുന്നത് മൊത്തം ട്രിവാൻഡ്രമാണെങ്കിൽ, ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ സ്കില്ലായാലും കുറേ മനുഷ്യരെ കാണാനും എനിക്കൊക്കെ മനസ്സിലായത്. സാധാരണ ഇപ്പം എൻ്റെ കൂടെ കോമ്പറ്റീറ്ററായിട്ട് എൻ്റെ എക്സിബിഷനിൽ നിൽക്കുന്നത് വനിതയാണ്. വനിതയും സിയു ആണ്. പക്ഷെ വലിയ ഒരു എന്താ പറയുന്നത്, വലിയൊരു കോമ്പറ്റീറ്റേഴ്സാണ് അവരൊക്കെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല, ദേ ആർ സോ മെനി പീപ്പിൾ. ബട്ട് ഇവിടെ ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. ഹലോ, മൈസെൽഫ് ബിന്ദിയ. ഞാൻ ബേസിക്കലി ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്. എൻ്റെ പ്രൊഫഷൻ വൈസ് പറയുകയാണെങ്കിൽ ഐ എം എൻ HR, because I am having almost 25 years experience in HR. ഇപ്പം HR മാത്രമല്ല, ഐ എം ഡൂയിങ് സോ മെനി തിങ്സ്. സോ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് വന്നു? ഒരു HR ആയ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഐ കെയിം ഇൻ ടു ദിസ്? അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി ബേസ് ഉണ്ട് എനിക്ക്. ലൈക്ക് സ്റ്റോറി ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിക്കുന്നത് ഹൈദരാബാദിലാണ്. അച്ഛൻ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ബാർക്കിലെ. അമ്മ നോർമൽ ഹിന്ദുസ്ഥാൻ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും ഹൈദരാബാദിൽ ഇരുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ ലെവൽ ലവ് മാരേജ്, ആസ് യൂഷ്വൽ ടിപ്പിക്കൽ നായർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഒരു ടിപ്പിക്കൽ നായർ ഫാമിലിയിൽ യൂഷ്വലി എല്ലാവർക്കും അറിയുന്നത് പോലെ ചെറിയ ചെറിയ പ്രോബ്ലംസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലേക്കും. ബിക്കോസ് ഫിനാൻഷ്യലി പിന്നെ ഇന്നത്തെ പോലെയല്ല. ലൈക്ക് അന്ന് സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അപ്പം ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് വരുവാണ്. ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ മെജോറിറ്റി സ്റ്റഡീസും കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു. ബിക്കോസ് നമുക്ക് സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെ കൂടെ തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ഹിസ് നെയിംസ്, ബിക്കോസ് എനിക്കിത് ഇപ്പോൾ പറയാൻ താല്പര്യമുണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും സ്ട്രോങ് ആക്കുന്നു? there are so many reasons why women are becoming, എന്ന് വെച്ചാൽ നോർമൽ ഒരു സാധാ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു? ഒരു പ്രോബ്ലം വന്നാൽ വൈ ഹി ഓർ ഷീ ഈസ് ടോക്കിംഗ് ലൈക്ക് ദിസ്? അപ്പോൾ പലരും അതിനെ ഭയങ്കര അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവാണ്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് പലരും ചിന്തിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ദർ ആർ സംതിങ് ഫാക്ടേഴ്സ് ബിയോണ്ട്. ബിക്കോസ് നോർമലിൽ നിന്നും ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് പല കാരണങ്ങൾ കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആയിപ്പോകുന്നത്. അപ്പം എല്ലാവരും പലരുടെയും സ്ത്രീകളുടെയും ലൈഫിലുള്ളൊരു പ്രോബ്ലം തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതും എൻ്റെ അറിവില്ലാത്തൊരു കാലത്താണത്. എന്ന് വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത്. എനിക്ക് അപ്പോഴും ആ ഇങ്ങനത്തെ കുറേ സെനാരിയോകൾ ഒരു സ്ത്രീകളും മറക്കില്ല ലൈഫിൽ. ദ ഒൺലി പ്രോബ്ലം ഈസ് അവരത് മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് പ്രായമായി പോവും. ആ ഒരു പെർട്ടിക്കുലർ ഞാനൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് അതൊരു ഏകദേശം 25ഓളം കഴിഞ്ഞു എൻ്റെ ഏജ്. ആ ഒരു ഫാമിലി നേച്ചറിൽ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട് ഇൻ ഫാമിലീസ്. അപ്പം ബട്ട് സ്റ്റിൽ അപ്പോഴും ഞാൻ ആ കാലഘട്ടം കടന്നു. വീണ്ടും പിന്നെയും കാണുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ഡിവോഴ്സാണ്. അത് അടുത്ത ഒരു സ്റ്റേജാണ്. എന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണുന്നത് സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ തന്നെ പല കാരണങ്ങളാൽ ഉടക്കി പിരിയുന്നു.
അപ്പം അന്ന് വരെ ഞങ്ങൾക്ക് സൊസൈറ്റിയിലുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് നിമിഷ നേരം കൊണ്ടത് മാറുവാണ്. ദാറ്റ് ഈസ് നമ്മളെ ഒരു കല്യാണത്തിന് പോലും ആൾക്കാർ വിളിക്കുന്നില്ല, നമ്മളെ മാറ്റി നിർത്തുന്നു. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടമല്ല, അന്ന് അച്ഛനും അമ്മയും ഡിവോഴ്സ് എന്ന് പറയുമ്പം ഇന്ന് കുട്ടികൾ അത് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന പോലെ അന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കതൊരു സങ്കടമാണ്. സങ്കടം മാത്രമല്ല, ഒരു നാണക്കേട് പോലെയാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മളെല്ലാം തുറന്നു പറയുന്നു. അപ്പം അന്ന് അത് പലരും നമ്മളെ ചേർത്ത് പിടിച്ച ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് ഇത് ബർഡൻ ആവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാറ്റി നിർത്തുന്നു. എൻ്റെ മദർ ഇച്ചിരി സ്ട്രോങ് ആണ്. ബിക്കോസ് പുള്ളിക്കാരി എനിക്ക് വളരെ പുള്ളിക്കാരുടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോഴും പക്ഷേ ആ സെപ്പറേഷനിൽ വന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ബ്രദറും കുറച്ച് വർഷങ്ങൾ, ദാറ്റ് ഈസ് ഏകദേശം ഒരു വർഷത്തോളം ഇവരുടെ വഴക്കുകൾ കണ്ടാണ് നമ്മൾ വളരുന്നത്. ദാറ്റ് ഈസ് നമ്മളെ നല്ല ഏജുകളാണത്. ഈവൻ അമ്മയ്ക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ തോന്നിയതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ്. പലപ്പോഴും അച്ഛൻ ഇത് കാരണം ലേറ്റായിട്ട് വരിക, അങ്ങനെ പല ഒരു നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ചില കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഉണ്ട്, ലൈക്ക് വെക്കേഷൻസിന് വരുമ്പോൾ. ബട്ട് സ്റ്റിൽ എപ്പോഴും നമ്മൾ ഹോണ്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഞാനും ബ്രദറും മുന്നോട്ട് പോയി. ഞങ്ങൾ ട്യൂഷൻ, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം പ്ലസ് ടു എത്തിയപ്പോഴത്തേക്ക് അപ്പോഴൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം ട്യൂഷനൊക്കെ എടുത്ത് സാധാരണ പണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ ഇപ്പോഴും കുട്ടികളങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഫീസുകൾ അടയ്ക്കുക, അതുപോലെ തന്നെ അപ്പം അപ്പോഴും അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് തന്നെയാണ്. പ്ലസ് ടുവിൽ ചെല്ലുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സ്പോയിൽഡ് ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്ക് എപ്പോഴും അവർ സ്നേഹം തേടിപ്പോവും. വീട്ടിൽ ഒരു സ്നേഹം കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നാണോ അവർക്കൊരു ഒരു അത് ചിലപ്പം നല്ല ഉദ്ദേശത്തിലുമുണ്ട്, ചീത്ത ഉദ്ദേശത്തിലുമുണ്ട്. അപ്പം നമുക്കൊന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളോടൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരാൾ വന്നാൽ പിന്നെ ഇപ്പോഴത്തെ പോലെ അത് ഫ്രണ്ട്ഷിപ്പായിട്ട് മാറാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് അടുത്ത ലെവലെന്ന് പറയുന്നത് അതൊരു പ്രേമമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് വന്നൊരു പ്രേമം ശരിക്കും എൻ്റെ ലൈഫിലൊരു വലിയൊരു പ്രോബ്ലമാറ്റിക്കായിട്ട് മാറിയ ഒരു പ്രേമമായിരുന്നു പിന്നെ എനിക്ക് വന്നത്. വീണ്ടും എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഭയങ്കര ഡൗണായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോടതിയിൽ പോയാലും ഇപ്പോഴത്തെ പോലത്തെ ഒന്നുമല്ല. കോടതിയിൽ പോകുമ്പോഴും കുറച്ച് നാൾ എടുത്തു നമുക്ക് ചിലവിനുള്ളത്, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് വന്നപ്പോൾ വീട്ടിലെ കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ ലാസ്റ്റ് സ്വർണം ഇടുന്നത് തന്നെ ഡിഗ്രിക്കാവുന്ന സമയത്താണ്. അതും അച്ഛൻ മേടിച്ച് തന്നൊരു സ്വർണ്ണമായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കതിനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിട്ടില്ല, അമ്മയ്ക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിറ്റ് നമ്മളുടെ എല്ലാം അതുവരെ ഉള്ളത് കളഞ്ഞിട്ട് അടുത്ത ലെവൽ വാട്ട് ഈസ് നെക്സ്റ്റ്? ആ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ ജോബ് വളരെ അത്യാവശ്യമാണ്, ബിക്കോസ് അമ്മയെ കൊണ്ട് നിൽക്കുന്നില്ല. ബ്രദറാണെങ്കിലും തുച്ഛമായ സാലറിയിലാണ് ആന്ധ്രയിൽ പോകുന്നത്. ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തിനവിടെ പോയി തുച്ഛമായ സാലറി നിൽക്കുന്നു എന്നുള്ളത്. തുച്ഛമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലെസ് ദാൻ 10 എന്നൊന്നും എനിക്കത് പുള്ളിക്കാരൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വീട്ടിലോട്ട് തന്നിട്ടുണ്ടെന്ന്. പക്ഷേ സ്റ്റിൽ ഞാൻ ആ സമയത്ത് നമുക്ക് ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് ഞാനത് ഡിസ്റ്റൻ്റായിട്ട് ഞാൻ പോയി എൻ്റെ ഗ്രാജുവേഷൻ എടുക്കുകയും ഞാൻ പിന്നെ എൻ്റെ ജോബിന് ഞാനൊരു ചെറിയ ജോബ്, അതാണ് എൻ്റെ ആദ്യത്തെ ജോബ്, റിസപ്ഷനിസ്റ്റായിട്ട്. ബിക്കോസ് ആ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ കിട്ടാൻ എളുപ്പമാണ് ട്രിവാൻഡ്രത്ത്. അപ്പം ഞാൻ അവിടെ പോകുന്നു, അവിടെ പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞ് വെൻ ഐ ജോയിൻഡ് എൻ്റെ ആദ്യത്തെ ജോലി, ബിക്കോസ് എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ആഗ്രഹമാണ്, ബിക്കോസ് അവിടെ കയറുക, അവിടെ കുറേ ശമ്പളം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ടെക്കിൽ കയറുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു, വീട്ടിൽ സംസാരിച്ചു. ബിക്കോസ് ഈ ഒരുപാട് ക്രൈസിസ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വീട്ടിൽ തന്നെ സംസാരിക്കണം, വീട്ടിൽ സംസാരിച്ചിട്ട് നമുക്കത് റെഡിയാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഇടയ്ക്കൊരു സ്നേഹമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവിടെ ഇവിടെ ഞങ്ങൾ പ്രണയിച്ചു, വീട്ടിൽ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു, ബിക്കോസ് അച്ഛനില്ല, അമ്മ മാത്രം നോക്കുന്ന കുറേ കുടുംബം. അപ്പോൾ സ്വാഭാവികമായിട്ട് പല അമ്മയ്ക്കും ഒരു അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു സ്ത്രീ പോയി ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ നാട്ടുകാർ കാണുന്നൊരു ഫേസ് ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഈ പുള്ളിക്കാരൻ സ്ട്രോങ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ കല്യാണം നടന്നു. കല്യാണം നടക്കുമ്പോഴും ഫിനാൻഷ്യൽ വൈസ് ഇറ്റ് വാസ് വെരി ലൈക്ക് വീട് വിറ്റതിൻ്റെ പൈസ അതിൻ്റെ പോലെ പോയി,
വെറും ഒരു 2 ലാക്സിലാണ് എൻ്റെ ഒരു കല്യാണം നടത്തുന്നത് തന്നെ. ബട്ട് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു, ഒരുപാട് പൈസ ഇറക്കാതെ. ഗോൾഡൊന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നും ആയിരുന്നില്ല. ബട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പൈസയൊക്കെ ഇറക്കി ഗോൾഡ് കുറച്ച് വാങ്ങിച്ചു. ദൂരെ മാറിപ്പോയ ഫാദർ കുറച്ച് കുറച്ച് വരാൻ തുടങ്ങി. കുഞ്ഞൊക്കെ ആയപ്പം വൺസ് എ വൈലൊക്കെ എന്നെ കാണാൻ വരാൻ തുടങ്ങി. ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ അമ്മ എന്ന് പറയുന്ന നിമിഷങ്ങൾ നമുക്കെപ്പോഴും ആരൊക്കെ നമ്മളെ ലൈഫിൽ വന്നാലും നമുക്കെപ്പോഴും അതൊരു മൊമെൻറ്റ്സാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇടയ്ക്കൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് മാറി പുള്ളിക്കാരനും ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരനെ ശരിക്കും കണ്ടുപിടുന്നത്. ഞാനിതിൽ കുറച്ചൊക്കെ കട്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്, ബിക്കോസ് ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് കല്യാണം എത്തുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു. എനിക്ക് ആ കമ്പനിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ബിക്കോസ് എവറിബഡി വിൽ ബി നോയിങ്. ഓൾറെഡി ആൾ സെറ്റിൽഡാണ്, കുട്ടിയൊക്കെ ഉണ്ട്. അപ്പം ആ വീട്ടിൽ നിന്ന് ഞാൻ നേരിട്ട് വേറൊരു സ്ഥലത്തോട്ട്, ദാറ്റ് ഈസ് നിയർ ടു ടെക്നോ പാർക്കിലേക്ക് മാറി. അന്ന് എൻ്റെ മോന് 1.5 വയസ്സ്. സ്വാഭാവികമായിട്ട് ഒരു ഹാപ്പി ഫാമിലി അപ്പോഴും ഇല്ല എനിക്ക്. എന്താണ് സംഭവിക്കണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നു, ബിക്കോസ് ആരെങ്കിലും ഒരാൾ നോക്കണമല്ലോ, ബ്രദറില്ല. അപ്പോൾ എനിക്കൊരു യാത്ര ഒരു പ്രോബ്ലമാണ്. വീട്ടിലെത്തുമ്പോൾ ഏകദേശം 7 ആവും. ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു. ബിക്കോസ് മോനെ ഡേ കെയറിലാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു രസമാണ് ഞാൻ സൈക്കിളിൽ പോകുന്ന കാണാം ആ കാലഘട്ടത്തിലാണ് ടെക്നോ പാർക്കിൽ. പക്ഷേ എന്നെ എൻകറേജ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. ഇറ്റ്സ് ഗുഡ്, അറ്റ്ലീസ്റ്റ് ഹെൽത്തെങ്കിലും നല്ലതാവും. ചിരിക്കാനും കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആരുടെയും ചിരി നോക്കാനുള്ള ടൈമും എനിക്കില്ല. ഞാൻ വളരെ മാനസിക ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് കൊച്ചിയിലോട്ട് വരുന്നത്. മൈ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്പേസ് തന്നൊരു ഇടമാണ് കൊച്ചി എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കൂടുതലും, ദാറ്റ് ഈസ് അൺഹാപ്പി ആയിട്ടിരുന്നത് മൊത്തം ട്രിവാൻഡ്രം. ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ സ്കില്ലായാലും കുറേ മനുഷ്യരെ കാണാനും എനിക്കൊക്കെ മനസ്സിലായത്. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പം ജോലിയില്ലാതെ, അന്ന് എൻ്റെ ബ്രദർ കൊച്ചിയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലോട്ട് വരുന്നത്. അപ്പം കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ സ്കിൽസ്. ലൈക്ക് ഞാൻ HR ആയിട്ടിരുന്നപ്പോൾ ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈവൻ ദോ ഞാനൊരു HR ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് 2 കുട്ടികൾ വന്നു. 2 കുട്ടികൾ വന്നിട്ടും ഞാൻ കുറച്ച് നാൾ എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ട് പോലും ഞാൻ വളരെ ഡൗൺഗ്രോഡിൽ നിന്നും ഒരു അപ്ഗ്രേഡിലേക്ക് ഇപ്പോഴും ഞാൻ ആ ലെവലിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നോർമൽ നാനോയിൽ നിന്നും ഒരു ഫ്രോൺസ് വണ്ടിയിലേക്ക് വാങ്ങിക്കാൻ ഒരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് മാത്രമല്ല, അത് ഞാൻ നേടിയെടുത്തൊരു സ്കില്ലാണ്. ലൈക്ക് എൻ്റെ സ്കില്ല് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്കില്ല് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമുക്കുള്ളിലുള്ളത്. നമ്മൾ ലിമിറ്റഡ് ഏരിയാസ് വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ലൈക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണും ഒരു നോട്ട് പാഡും ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് വരാം. എല്ലാം കിട്ടിയിട്ടും നമുക്ക് മുന്നോട്ട് പോയാൽ നടക്കില്ല. സോ ബേസിക്കലി ഞാൻ വർക്കിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഫ്രീലാൻസ് വർക്കിലേക്ക് കടക്കാൻ തുടങ്ങി. ഹ്യൂമൻ റിസോഴ്സ് ഞാൻ പഠിപ്പിക്കും, കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, ഞാൻ വർക്ക് ഫോർ കമ്പനീസ് ഓൾസോ. ആൻഡ് എഗെയിൻ അത് എൻ്റെ ഒരു ചെറിയൊരു ബിസിനസ്സായിരുന്നു. അപ്പോഴും ഞാൻ മറ്റുള്ള സ്ത്രീകളിൽ കാണുമ്പോഴത്തേക്ക് എനിക്കും വളരണം. ആഫ്റ്റർ ഓൾ ഫിനാൻസ് ഇസ് എ വെരി ബിഗ് തിങ്. അപ്പം ഫിനാൻസും നോക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പലരും ചെയ്യുന്നത് കണ്ടപ്പോൾ വാട്ട് ഈസ് ഗുഡ് ഫോർ മീ, ഞാനൊരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ബ്രാൻഡ് ഇറക്കുകയാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ നെയിമാണ് ആനന്ദിക. ദറ്റ് ഈസ് ഒരു ക്ലോത്ത് ബ്രാൻഡാണ്. 3 years എനിക്കതൊരു വലിയൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരുന്നില്ല. ബട്ട് 4th year എന്ന് വെച്ചാൽ പലരും 1 yearും 2 yearും കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും, ചിലർ മാസങ്ങൾ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമെങ്കിൽ പോലും എനിക്ക് എന്നിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് കയറും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കില്ല് വെച്ചിട്ട് ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് എൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് 4th year ആയപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ 4 എന്ന് പറഞ്ഞാൽ 3.5 years കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സാണ് ആനന്ദിക. ഇന്നും എൻ്റെ കുറേ കസ്റ്റമേഴ്സ് എന്നിൽ നിന്ന് മാത്രമാണ് സാരീസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അത് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്.
അപ്പോൾ അങ്ങനെ ഞാനൊരു ബിസിനസ് മുന്നോട്ട് പോയിരുന്ന സമയത്താണ് ഞാൻ ആ, എൻ്റെ ഒരു വളരെ പേഴ്സണലി അടുപ്പമുള്ള ഒരു വളരെ ഞാൻ ഒരുപാട് മോട്ടിവേറ്റഡ് ആവുന്നൊരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്, ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടാസ്ക്കാണ്. അപ്പോൾ വി തോട്ട് ആൻ ഐഡിയ വാട്ട് വി ഹാവ്, നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, എവിടെ വെച്ച് ചെയ്യാം, എന്ത് ഏത് ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പേര് വേണമായിരുന്നു. പേര് കിട്ടി. ആ പേരാണ് കളിത്തട്ടം എന്ന് പറയുന്നത്, കളിത്തട്ടം കൊച്ചി. ടു ബി ഫ്രാങ്ക്, വെരി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടും ഡെഫിനറ്റ്ലി ഷി വാസ് വിത്ത് മീ. അപ്പോഴും എൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ബിക്കോസ് നൈറ്റിലിരുന്ന് അതിൻ്റെ ലോഗോസ് ഇറക്കുക, അതിൻ്റെ പോസ്റ്റേഴ്സ് ഇറക്കുക, എല്ലാവരും പറയുന്ന പോലെ ഒരു ഹാർഡ് വർക്ക് കയറുമ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു സക്സസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹാർഡ് വർക്ക് ചെറുതായിരുന്നില്ല, ബിക്കോസ് ഞാനൊരു കുഞ്ഞു ബേബിനെ പോലെയാണ് അതിനെ ഞാൻ തുടക്കത്തിൽ ഇട്ടത്. നമ്മളൊരു ബേബിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെയാണ് അതിനെ ഞാൻ മോൾഡ് ചെയ്തെടുത്തത്. അപ്പം ഞാൻ അതിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചു. എൻ്റെ ആ ഹോപ്പ് കളഞ്ഞില്ല, മോശമായില്ല. ഇന്ന് ഞാൻ 41 സ്റ്റോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു തുടക്കത്തിൽ ഒരു 23 സ്റ്റോളും ലാക്ക് ഓഫ് എക്സ്പീരിയൻസിൽ തുടങ്ങിയ ഒരു എക്സിബിഷൻ നൗ വളരെ ഗ്രാൻഡായിട്ട്, ബിക്കോസ് നാദിറ ഷീ ഈസ് കമ്മിങ് ഫോർ ദ ഇനോഗ്രേഷൻ. എനിക്ക് വളരെ എനിക്ക് ഇഷ്ടമുള്ളതും ഉള്ളൊരു ട്രാൻസ് വുമൺ ആണ് ഷീ. അപ്പം നാദിറയാണ് നമ്മൾ ഇനോഗ്രേഷൻ. ആൻഡ് ഒരു വളരെ ചെറിയ തോതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഞാൻ നിൽക്കുന്നത് സാധാരണ ഇപ്പം എൻ്റെ കൂടെ കോമ്പറ്റീറ്ററായിട്ട് എൻ്റെ എക്സിബിഷനിൽ നിൽക്കുന്നത് വനിതയും സിയു ആണ്. പക്ഷെ വലിയ ഒരു എന്താ പറയുന്നത്, വലിയൊരു കോമ്പറ്റീറ്റേഴ്സാണ് അവരൊക്കെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല, ദേ ആർ സോ മെനി പീപ്പിൾ. ബട്ട് ഇവിടെ ഞാൻ ഒരാളേ ഉള്ളൂ. ഞാൻ തന്നെയാണ് എൻ്റെ ഡിസൈൻസ്, ഞാൻ തന്നെയാണ്. നമുക്കിവിടെ 60+ ബ്രാൻഡ്സ് ഉള്ള വെൻഡേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. ഈ 60+ ബ്രാൻഡ്സ് ഉള്ള വെൻഡേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ കുറേ പേര് വന്ന് സംസാരിക്കും. ദാറ്റ് ഇസ് ആഫ്റ്റർ ഓൾ എനിക്ക് നല്ലൊരു ഡേറ്റാബേസ് ഉള്ള വെൻഡേഴ്സുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്, സോർട്ട് സ്റ്റോൾ ആക്കുന്നത്. അപ്പം 2 days കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോൾ ഓപ്പണിംഗ് ആണ്. അപ്പോഴും ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് അന്ന് ഒരു നോർമൽ നമ്മൾ കല്യാണ ആൾക്കാരെ വിളിക്കുന്ന അവരെയൊക്കെ വിളിച്ച് നമ്മൾ സ്റ്റോൾ സെറ്റ് ചെയ്ത പോലെയല്ല ഇന്ന് ഞാൻ സ്റ്റോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഒരു ടൗൺ ഹാളൊക്കെ എടുത്ത് അതിൻ്റെ ഫണ്ടിങ് ഒക്കെ ചെയ്ത് പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പം എൻ്റെ ലെവൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. എൻ്റെ ലെവൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ നിന്നോ അതിൽ നിന്നും ഇനിയും ഞാൻ മുന്നോട്ട് പോകും. അപ്പം ഇതിൽ നിന്നും ഇപ്പം എൻ്റെ ഒരു സ്റ്റോറിയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എത്ര നാരോ റോഡ്സ് വന്നാലും എത്ര പ്രോബ്ലംസ് വന്നാലും ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഫോർവേഡ്. സിറ്റിംഗ് ഇൻ എ ഹോം സിംപ്ലി സിറ്റിംഗ് ദെയർ ഡൂയിങ് നത്തിങ് നമ്മളെങ്ങും എത്തിക്കില്ല. നമ്മൾ മാറണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സ്കിൽ. എല്ലാം സ്ത്രീകൾക്കൊരു സ്കില്ലുണ്ട്. സ്ത്രീകൾ ഇപ്പം വീട്ടിൽ ജോലി എന്ന് പറയുന്നത് സ്കില്ലാണ്. അപ്പം എനിക്കറിയാവുന്നൊരു കൊളീഗുണ്ട്, പുള്ളിക്കാരിയുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്. ആൻഡ് ഷീ ഈസ് ഏർണിങ് സോ മച്ച് മണി. ദാറ്റ് ഈസ് പുള്ളിക്കാരിക്ക് അത് മതി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ സ്കിൽ. എല്ലാവർക്കും അതുപോലെ ഉണ്ടാക്കാൻ പറ്റണമെന്നൊരു നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്ക് ദാറ്റ് ഈസ് എനിക്ക് ഒരു ലോണ് പോലും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് ഞാൻ. അപ്പം ഒരു 1 rupee പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ്, ഇഫ് ഐ ക്യാൻ ഗോ ഫോർവേഡ് എവ്രിബഡി ക്യാൻ ഗോ ഫോർവേഡ്. സോ ഒരു നോർമൽ ഒരു റിസപ്ഷനിൽ നിന്നും തുടങ്ങി ഇന്ന് ഞാൻ ഒരു വലിയൊരു ബിസിനസ് വെഞ്ചറിലേക്കാണ് നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി അതിൽ ഇഷ്ടം പോലെ ഹാർഡ് വർക്ക്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു വീട്ടിൽ ഒതുങ്ങാനുള്ളതല്ല ഒരു സ്ത്രീകളും. പഠിത്തമുണ്ടെങ്കിലും പഠിത്തമില്ലെങ്കിൽ പോലും എനിക്ക് ഒരു അച്ചാറുണ്ടാക്കാൻ അറിയെങ്കിലും അതൊരു സ്കില്ലാണ്. ബിക്കോസ് ഇന്ന് എൻ്റെ സ്റ്റോളിൽ മെജോറിറ്റി അമ്മമാരും പല ടൈപ്പ് ഓഫ് അച്ചാറുകൾ ഉണ്ടാക്കിയാണ് ഇന്ന് അവർ ആ സ്റ്റോളിൽ വരുന്നത്. അപ്പം അവിടെ കൊണ്ട് ആരുടെയും ലൈഫ് തീരുന്നില്ല. സോ
ഇറ്റ്സ് മൈ വോട്ട് ടു സേ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം മനുഷ്യരോടും ദാറ്റ് ഇസ് ഐ കീപ്പ് ഇക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും നമ്മൾ ജോലി ആരും ചെന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് തരില്ല, നമ്മൾ തേടിപ്പോണം. അത് നമ്മൾ ആഗ്രഹിച്ച ജോലിയാണെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യണം. എനിക്ക് എൻ്റെ സ്കിൽ ഇതാണ്, എനിക്കിതിൽ നിന്ന് എങ്ങനെ വളരാം എന്ന് വേണം എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ. സോ എനിക്ക് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ അരോറ മീഡിയ. എനിക്കിങ്ങനൊരു സ്പേസും, ആസ് ഇറ്റ്സ് എ ലോങ് സ്റ്റോറിയാണെന്ന് എനിക്കറിയേണ്ടത് പറയുന്നതും, ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് ഞാനിവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെല്ലാത്തിനും ഒരു സീഡുണ്ട്. അപ്പോൾ ആ സീഡിലേക്ക് കടന്നില്ലെങ്കിൽ എൻ്റെ സ്റ്റോറി പൂർത്തിയാവില്ല. സോ എനിക്കൊരു സ്പേസ്, എനിക്ക് ഐ എം വെരി മച്ച് താങ്ക് യു ടു അരോറ ടു സേ ദാറ്റ് ഈ ഒരു സ്പേസ് എനിക്ക് തന്നതിനും എൻ്റെ ഈ സ്റ്റോറി കേൾക്കാൻ അവർ ടൈം എടുത്തതിനും ഐ എം താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ഇതിൽ കേട്ടിട്ട് ഈവൻ ഒരു പേഴ്സൺ എങ്കിലും ക്യാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഐ എം താങ്ക് യു സോ മച്ച്.